വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ട് ഒരു കേരമീൻ കറി ആട്ടോ. അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു സ്പൂൺ ഉലുവ ആഡ് ചെയ്യാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. നമ്മ ഇന്ന് കേരമീൻ മുളക് ചാറിലാട്ടോ വെക്കുന്നത്. നമ്മുടെ സവാള ഇവിടെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് പാകമായി വരുമ്പോൾ നമുക്കിതിലേക്ക് മീൻകറിക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടി ഞാനിതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നീക്കി വച്ചിട്ട് ഇതിൻ്റെ നടുക്കൊരു സ്പേസ് ഉണ്ടാക്കി എടുക്കുകയാണ്. ഇത് നമ്മ പൊടി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മ നീക്കി വെച്ച സ്പേസിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടി വറുത്തെടുക്കാം. പൊടി ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ നമ്മ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ടാണ്. നമ്മ ചേർത്ത പൊടികളെല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിത് നന്നായി വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കൊടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ആവശ്യത്തിനുള്ള പുളി നേരത്തെ കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് കറിക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീൻകറി തിളച്ച് വന്നിട്ടുണ്ട്. ആ ടൈമിൽ നമ്മ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തിളച്ച് പറ്റി വന്നാൽ മതി, നമ്മുടെ മീൻകറി റെഡിയാണ്. ഇത് ഭയങ്കര സിമ്പിൾ റെസിപ്പി ആട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. കപ്പയുടെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാട്ടോ. നിങ്ങളെൻ്റെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ടോ? ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എനിക്ക് കമൻസ് ആയിട്ട് പറയണേ. ഞാൻ ചെയ്യുന്ന കുക്കിങ്സും എൻ്റെ ലൈഫ് സ്റ്റൈലും അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എൻ്റെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. ഇപ്പം ഇതൊന്ന് പറ്റി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൊടുക്കാം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് പാകമായി വരുമ്പോൾ നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി കേരമീൻ മുളക് ചാറിൽ വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ശരി, അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബായ്.